ഹായ് ഗൈസ്, നമുക്കൊരു പേപ്പർ ബക്കറ്റ് ഉണ്ടാക്കിയല്ലോ. ഇതാണെങ്കിൽ എന്നില്ലാത്ത ഇടങ്ങാറ് ഇതിൻ്റെ മുകളിൽ. ഇത് എത്ര ടൈം വെച്ച് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് അറിയില്ല. അതൊക്കെ നിങ്ങൾ ആകെ 3 മിനിറ്റിലാണ് നിങ്ങൾ മൊത്തം കാണുന്നത്. പിന്നെ കുറേ ടൈമത്തെ എഫേർട്ട് ഉണ്ട്. അതിന് മാത്രം ഇതിലിപ്പോൾ എന്താ ഉള്ളതെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. കാണാൻ ലുക്ക് ചെയ്യാന്നുള്ളൂ. ഇതിൻ്റെ മുകളിലത്തെ എഫേർട്ട് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. പിന്നെ ഇതിനാണെങ്കിൽ 2 കണ്ടൻറ്റ് ഉണ്ട്. നമ്മളെ ഫ്ലവറും പിന്നെ ബൊക്കറ്റും. ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാനുള്ളത് ഓൾറെഡി ഇത് ഒരു ട്രെൻഡിങ് ആയ സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും. പിന്നെ ബൊക്കറ്റും നിങ്ങൾക്ക് അറിയൊക്കെ ചെയ്യും. പിന്നെ ഇത് പേപ്പർ ആയതുകൊണ്ട് തന്നെ അത് ഒന്നിങ്ങോട്ട് വെക്കുമ്പോൾ കീറുക അങ്ങനെയൊക്കെയാണ് ഇത്. ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുന്ന സാധനം കൂടിയാണ് പേപ്പർ ബക്കറ്റ്. മറ്റേ ബക്കറ്റൊക്കെ ഈസി അല്ല, എന്നാലും നമുക്ക് കുറച്ചൊക്കെ ഇതിലേറെ ഈസി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ ചെയ്യാൻ വിചാരിക്കുമ്പോൾ അത് കുളമായിക്കാണ്ട് വേറെ കണ്ടൻറ്റ് പിടിക്കും. അങ്ങനെയൊക്കെ ആയി കുറേ ഒന്ന് ഇടങ്ങാറായിക്കണതിമോ. അപ്പോൾ ആദ്യം ഈ ഡെർമാക്കോൾ ഫുൾ അട്ടിക്ക് വെച്ചുകൊണ്ട് അങ്ങനെ ടൂത്ത് പിക്ക് കുത്തിവെക്കാമെന്ന് ആദ്യം വിചാരിച്ച്. പിന്നെ അത് വേണ്ട, ഒരു ഡെർമാക്കോൾ മാത്രം മതി തന്നെയാണ് മറ്റേയൊക്കെ ഒഴിവാക്കി. അതിൻ്റെ ഉള്ളിൽ കയറുന്നില്ല. അപ്പോൾ അത് പൊക്കറ്റ് എന്തെങ്കിലും കൂടി ഒന്ന് കെട്ടിയപ്പോൾ അതും അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊഴിഞ്ഞായി. പിന്നെ അതൊക്കെ എങ്ങനെയൊക്കെയോ സെക്യൂർ ചെയ്ത് വെച്ച്. പിന്നെ ഇതിൽ കാണുന്ന പോലെയൊക്കെ നിങ്ങൾ സ്റ്റാപ്ലെയറൊക്കെ ചെയ്യുക. ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ പറയാത്തത്. കുറേ ഇതിന് ഞാൻ പ്ലെയിൻ പേപ്പറാക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ അന്ന് ചുരുട്ടി മടക്കിയിട്ട് ഒരു ക്രേപ്പ് പേപ്പറൊക്കെ പോലെ ആക്കി. ക്രേപ്പ് പേപ്പറല്ല, എന്നാലും ഒരു ഡിസൈൻ പോലെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ അതുപോലെ ആക്കിയത്. പിന്നെ ഫ്ലവർ ഞാനൊരു പിങ്ക് വൈറ്റ് തീമിലാണ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. പിന്നെ ഈ പേപ്പറിന് പകരം ബ്ലാക്ക് ചാർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ബ്ലാക്കോ വൈറ്റോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. പിന്നെ ഞാൻ ഇവിടെ വൈറ്റ് എടുത്തു എന്നുള്ളൂ. പിന്നെ ഈ റോസും നിങ്ങൾക്ക് വേറെ പൂവാണെങ്കിലും ചെയ്യാം. ഈ പൂവ് തന്നെ വേണം ചെയ്യാം. വേറെ കുറേ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. പിന്നെ നിങ്ങൾക്ക് ഇത് കുഞ്ഞു കുഞ്ഞു പൂവാക്കിയിട്ട് കുറേ വെച്ച് ഒന്നും കൂടി ഭംഗിയൊക്കെ ആക്കാം. പിന്നെ ഇത് ഭയങ്കര ഇടുങ്ങാനുള്ള സംഭവമാണല്ലോ. പിന്നെ അതുകൊണ്ട് ഞാൻ 3 വെച്ച് കുഞ്ഞ് ബൊക്ക ആക്കിയതാണ്. അപ്പോൾ കുഞ്ഞ് ബൊക്ക ആകുമ്പോൾ ഒന്നും കൂടി സ്റ്റാൻഡേർഡും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. സ്റ്റാൻഡേർഡ് ഉദ്ദേശിച്ച അങ്ങനെയല്ല. പിന്നെ ഇത് ഒരുപാട് മണിക്കൂറത്തെ കഷ്ടപ്പാടാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ കുറച്ച് സ്പീഡിലാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ സ്പീഡ് കൂടിയതെന്ന് വിചാരിക്കട്ടെ. ഞാൻ അത്രയ്ക്കും കട്ട് ചെയ്ത് 3 മിനിറ്റിൽ ഒതുക്കാൻ വേണ്ടി കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് ഞാനൊരു സേവ് ദ ഡേറ്റ് മോഡലിൽ ചെയ്തതാണ്. വെറുതെ ചെയ്തതാണ്. അത്ര ഇതൊന്നും ഇല്ല എനിക്കറിയാം, എന്നാലും